ഈ ഒരു മധുരം കൊണ്ടാണ് ഞങ്ങൾ ആ ന്യൂ ഇയർ പരിപാടി തുടങ്ങുന്നത്. പനും കമലും കൂടെ പേട ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അടിപൊളി പേടയായിരുന്നു കേട്ടോ. അതും കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ്. അന്ന് ഉച്ചക്കത്തെ സദ്യ ഞങ്ങൾ അവിടെ നിന്നാക്കി. എല്ലാവരും അവിടെ നിന്ന് പോയി നല്ല അടിപൊളി എല്ലാ വിഭവങ്ങളോടു കൂടി പായസം അടക്കമുള്ള ഒരു സദ്യ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. തിരിച്ചു വരുന്ന വഴി കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ആദ്യം പോയി. തിരിച്ചു വന്നപ്പോഴേക്കും നമ്മളെ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ മസാല പിടിക്കാൻ വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഉള്ളി വറക്കൽ അപ്പോഴേക്കും പേട അടുത്ത ട്രിപ്പ് ഉണ്ടാക്കി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കരിഞ്ഞു പോയെന്നുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇപ്പം മസാല ഒക്കെ റെഡിയായി. പിന്നെ ദം ഇടാൻ വേണ്ടി ഒക്കെ ദം ഇടാൻ സെറ്റ് ചെയ്യാണ്. ഇത് വെജിറ്റേറിയൻസിനുള്ള ഗോബി മഞ്ചൂരിയാണ്. അപ്പം ദം ഇവിടെ ഇട്ടിട്ടുണ്ട്. മുകളിൽ കനലൊക്കെ ഇട്ട് നല്ല മൈദയൊക്കെ വെച്ചിട്ട് അടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് അടി വേവിക്കുമ്പോൾ ദമ്മ് പൊട്ടിയിട്ടുണ്ട്. ഇതാക്കണ്ട ഇങ്ങനെ ദമ്മ് പൊട്ടുക എന്ന് പറഞ്ഞാൽ മൈദേൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ആവി വരുമ്പോൾ ദമ്മ് പൊട്ടുക. അപ്പോൾ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ അതാ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മക്കൾക്ക് ലഘു പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ബ്രെഡ് ഓംലെറ്റ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വിശപ്പ് തുടങ്ങി മക്കൾക്ക്. പിന്നെ അതേ ഗോബി മഞ്ചൂരി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാലഡിന് വേണ്ടിയിട്ടുള്ള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ച് അപ്പോഴേക്കും ഇവിടെ പാട്ട് തുടങ്ങി. കുറച്ച് ഡാൻസൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും പിന്നെ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോന്നു. അങ്ങനെ കോഴിക്കോട് സ്റ്റൈലിൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ദമ്മ് പൊട്ടിച്ചിട്ട് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മക്കൾക്ക് വേഗം കൊടുക്കണം. അപ്പം അതിനുള്ള പരിപാടിയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ മഞ്ഞ കളറിൽ എന്താ അറിയോ, പാലിൽ ഈ ഒരു മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒഴിക്കുന്നതാണ് അങ്ങനെ ഒരു മഞ്ഞ കളർ കിട്ടിയത്. അങ്ങനെ ദേ ബിരിയാണി ഇവിടെ മിക്സ് ചെയ്യാണ്. അങ്ങനെ മക്കൾക്ക് ആദ്യം കൊടുത്തു. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ബിരിയാണി പിന്നെ സാലഡ്, അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് കഴിച്ചു കേട്ടോ, പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീമൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ്. ഇനി ബാക്കി പരിപാടി ക്വാർട്ടേഴ്സിലാണ്. അവിടെ ISROൻ്റെ ക്വാർട്ടേഴ്സിൽ ഗാനമേള എല്ലാം ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചെന്ന്. അവിടുത്തെ ഈ ഒരു ലൈറ്റിംഗ് ആട്ടെ ഈ കാണുന്നത്, നല്ല ഭംഗിയുണ്ടായിരുന്നു രാത്രി അതിലേ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ന്യൂ ഇയറിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ അവിടെ ഓരോ ജംഗ്ഷനിലായിട്ട് കളി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പം അവിടെ ഗാനമേള തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
എല്ലാ വർഷവും ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണ് ന്യൂ ഇയർ ഞങ്ങൾ ആഘോഷിക്കാറുള്ളത്. ഈ പ്രാവശ്യം പിന്നെ പുതിയ വീട്ടിൽ വെച്ചിട്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിച്ച് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നേരെ ക്വാർട്ടേഴ്സിലേക്ക് പോയത്. ഇവിടെ അടിപൊളി പ്രോഗ്രാമാണ്, സ്റ്റേജ് ഒക്കെ ഉണ്ട്, പിന്നെ അതേപോലെ ഗാനമേള എല്ലാം ഉണ്ട് കേട്ടോ. കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. അങ്ങനെ 12 മണിയാവുമ്പോഴാണ് ഈ ഒരു വെടിക്കെട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വെടിക്കെട്ടായിരിക്കും കേട്ടോ ഇത്. പിന്നെ അതേപോലെ ഗാനമേളയുണ്ടാവും. അങ്ങനെ ഫുൾ എൻജോയ്മെന്റ് ആണ്. ക്വാർട്ടേഴ്സിലുള്ള എല്ലാ വീട്ടുകാരും അവിടെ കാണും ഈ ഒരു ഗ്രൗണ്ടിൽ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഈ ഒരു ന്യൂ ഇയർ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു എന്ന് പറയാം. പല ടൈപ്പുള്ള ഈ മേളിലേക്ക് വന്ന് പൊട്ടിയിട്ടുള്ള സംഭവം കേട്ടോ, അതേ കണ്ടില്ലേ. പിന്നെ പാരച്യൂട്ട് പോലെ ഇങ്ങനെ വരുന്നതും അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ കണ്ട് മക്കളൊക്കെ അവിടെ ഉള്ളിൽ അവിടെ എവിടേക്കോ പോയിട്ട് ഡാൻസ് കളി കേട്ടോ. അവരെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ അടിച്ചു പൊളിക്കുകയാണ്, ഡാൻസ് ഒക്കെ കളിച്ച് നല്ലൊരു എൻജോയ്മെന്റ് ആണ് കേട്ടോ ഈ ക്വാർട്ടേഴ്സിലെ ഈ ഒരു ന്യൂ ഇയർ. ന്യൂ ഇയർ എന്നല്ല, എല്ലാം കേട്ടോ, ക്രിസ്മസ് ആണെങ്കിലും എല്ലാം ഇവിടെ ഇങ്ങനെ ഹോളി ഒക്കെ ആഘോഷിക്കും. നല്ല രസമാണ് ഇവിടെ ക്വാർട്ടേഴ്സിൽ നിൽക്കുമ്പോൾ. നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതാണ്, ഈ ക്വാർട്ടേഴ്സിൽ നിൽക്കുമ്പോൾ. പിന്നെ വെടിക്കെട്ടോട് കൂടി ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് ലാസ്റ്റത്തത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. 1 മണിയൊക്കെ ആയിട്ട് വീട്ടിലെത്തുമ്പോൾ. അപ്പം ഇങ്ങനെയായിരുന്നു ഞങ്ങളെ ന്യൂ ഇയർ ആഘോഷമുള്ളത്. നിങ്ങളിതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.